വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ നിർബന്ധമായും ഉപയോഗിക്കേണ്ട മൊബൈൽ ആപ്ലിക്കേഷനാണ് ECI നെറ്റ് എന്ന ഈ ആപ്ലിക്കേഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ IT ഡിവിഷൻ പുറത്തിറക്കിയ ഈ ആപ്ലിക്കേഷനിലൂടെ മോക്ക് പോൾ മുതൽ ക്ലോസ് ഓഫ് പോൾ വരെയുള്ള വിവരങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും, പോളിംഗുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ ആപ്പ് ഉപയോഗിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർമാർ കൃത്യമായി ഇതിലൂടെ ഡാറ്റ എൻട്രി നടത്തേണ്ടതുമാണ്. ECI നെറ്റ് എന്ന ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും iOS ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ECI നെറ്റ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ലോഗോ ഉള്ള ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന മുറയ്ക്ക് ECI വുഡ് ലൈക്ക് ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻസ് എന്ന മെസ്സേജ് കാണാവുന്നതാണ്. അത് അലോ കൊടുക്കുക. എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ഈ ആപ്പ് മുഖേന ലഭ്യമാവുകയുള്ളൂ. ഏറ്റവും മുകളിലായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ഒരു 3 ലൈൻസ് കാണാൻ സാധിക്കും. ആ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾ ഓഫീസേഴ്സ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റോൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP കൊടുക്കുക. തുടർന്ന് OTP സെൻഡ് ചെയ്യാനുള്ള വിൻഡോയിലോട്ട് നിങ്ങൾ എത്തിപ്പെടും. OTP ലഭിക്കുന്ന മുറയ്ക്ക് ആ OTP കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ആപ്പിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേര്, സംസ്ഥാനം, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ല, അസംബ്ലി മണ്ഡലം, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, ആ ബൂത്തിൽ എത്ര വോട്ടർമാരുണ്ട്, സ്ത്രീ, പുരുഷൻ, തേർഡ് ജെൻഡർ എന്നിവ വേർതിരിച്ച്, കൂടാതെ ആ പോളിംഗ് സ്റ്റേഷൻ്റെ പേരും കാണാൻ സാധിക്കും. ഇത്തരം വിവരങ്ങൾ ആദ്യം തന്നെ വെരിഫൈ ചെയ്യുക. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളിലും ഒരു IT ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കുന്നതാണ്. IT ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നും ബൂത്തിലോട്ട് പോകുന്നതിന് മുമ്പായി തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് ഇത്തരം വിവരങ്ങളെല്ലാം കറക്റ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നും പോളിംഗ് ബൂത്തിലോട്ട് പോവുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു 3 ടാബുകൾ കാണാൻ സാധിക്കും. പോളിംഗ് പാർട്ടി ഡീറ്റെയിൽസ്, മോക്ക് പോൾ, സ്റ്റാർട്ട് പോൾ എന്നീ ടാബുകളായിരിക്കും. ഇതിൽ പോളിംഗ് പാർട്ടി ഡീറ്റെയിൽസിൻ്റെ അവിടെ കംപ്ലീറ്റഡ് എന്നായിരിക്കും. ഇപ്പോൾ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. ഇതൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ആ പെൻഡൻസി കാണിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾ പാർട്ടി, ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ കോൺടാക്ട് നമ്പറുകളും റിട്ടേണിംഗ് ഓഫീസർ, സെക്ടർ ഓഫീസർ എന്നിവരുടെ കോൺടാക്ട് നമ്പറുകളും BLO എന്നിവരുടെ കോൺടാക്ട് നമ്പറുകളും ലഭിക്കും. ഈ ആപ്പ് മുഖേന തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഇതെല്ലാം തന്നെ നോക്കിയതിന് ശേഷം, ഇതെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നും ബൂത്തിലോട്ട് ചെല്ലുക. തുടർന്നുള്ള 2 ടാബുകൾ, മോക്ക് പോൾ, സ്റ്റാർട്ട് പോൾ എന്നീ ടാബുകൾ പോളിംഗ് ഡേയുടെ അന്ന് രാവിലെ തൊട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പോളിംഗ് ഡേയുടെ അന്ന് രാവിലെ മോക്ക് പോളിന് ശേഷം ഈ മോക്ക് പോൾ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഹാസ് ദ മോക്ക് പോൾ സ്റ്റാർട്ടഡ് എന്ന് ചോദിക്കുമ്പോൾ യെസ്, മോക്ക് പോൾ സ്റ്റാർട്ടഡ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന വിൻഡോയിൽ കുറച്ച് ചെക്ക് ലിസ്റ്റുകൾ കാണാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മോക്ക് പോൾ സമയത്ത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഈ സൈഡിലുള്ള സ്ക്വയറിൽ ഒരു ടിക്ക് കൊടുക്കുക. അതിനായി അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര പോളിംഗ് ഏജൻറ്റുകൾ നിങ്ങളുടെ ബൂത്തിലുണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്യുക. അതിനായി ഈ നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് എന്ന ടാബിൽ താഴെ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം മോക്ക് പോൾ കംപ്ലീറ്റഡ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് യെസ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കൺഫർമേഷനായിട്ട് ചോദിക്കുന്നുണ്ട് മോക്ക് പോൾ കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത്. അത് കൺഫേം കൊടുക്കുക. അത് കൺഫേം കൊടുക്കുന്നതോടുകൂടി മോക്ക് പോളുമായി ബന്ധപ്പെട്ട് ഈ ആപ്പ് മുഖേനയുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മോക്ക് പോൾ എന്ന ടാബിൽ കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം
അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ട് പോൾ ആണ്. പോളിംഗ് ആരംഭിച്ചതിന് ശേഷം ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഹാസ് ദ പോൾ സ്റ്റാർട്ടഡ് എന്ന ചോദ്യമുണ്ട്. നിങ്ങൾ യെസ് പോൾ സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പോൾ സ്റ്റാർട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. അതോടുകൂടി നിങ്ങളുടെ ബൂത്തിൽ പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ ആ മെനു മാറിയിട്ടുണ്ട്. പോളിംഗ് ട്രെൻഡ്സ് എന്ന മെനുവിലോട്ട് പോയിട്ടുണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ട് ക്ലോസ് ഓഫ് പോൾ എന്നുള്ളൊരു മെനുവും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് കൃത്യമായ ഇടവേളകളിൽ എത്ര വോട്ടർമാർ നിങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് എൻ്റർ ചെയ്യേണ്ടത്. 9 മണി, 11 മണി, 1 മണി, 3 മണി, 5 മണി എന്നീ സമയങ്ങളിലാണ് നിങ്ങൾ പോളിംഗ് ട്രെൻഡ്സ് എൻ്റർ ചെയ്യേണ്ടത്. കൃത്യം 9 മണിക്ക് തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം പോളിംഗ് ട്രെൻഡ്സ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ 7 മുതൽ 5 വരെ നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ വിവരം നൽകാനുള്ള വിവിധ സ്ലോട്ടുകൾ കാണാൻ സാധിക്കും. ഇതിൽ 9 മണിയുടെ സ്ലോട്ടാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 9 മണി വരെ നിങ്ങളുടെ ബൂത്തിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യമായി നൽകുക. അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾ എൻ്റർ ചെയ്ത വാല്യൂ കറക്റ്റ് ആണോ എന്നും അത് വീണ്ടും എൻ്റർ ചെയ്യാനായി ആപ്ലിക്കേഷൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ റീ എൻ്റർ നമ്പർ ഓഫ് വോട്ട് കാസ്റ്റഡ് ഓൺ EVM എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ നമ്പർ വീണ്ടും എൻ്റർ ചെയ്യുക. അതല്ല നിങ്ങൾ എൻ്റർ ചെയ്ത വാല്യൂവിൽ തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ സ്ലോട്ടിൽ ചെന്നതിന് ശേഷം അവിടെ മാറ്റം വരുത്താൻ സാധിക്കും. തുടർന്ന് വീണ്ടും അപ്ഡേറ്റ് കൊടുക്കുക. വീണ്ടും നിങ്ങൾ ആ എൻ്റർ ചെയ്ത വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. ആ റീ എൻ്റർ എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വാല്യൂ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ 9 മണിയുടെ പോൾ ടേൺ ഔട്ട് സക്സസ്ഫുള്ളി എൻ്റർ ആയി എന്നുള്ള മെസ്സേജ് വരും. പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കുക, 9 മണിയുടെ സ്ലോട്ട് 9:30 വരെ ഓപ്പൺ ആയിരിക്കും. 9:30ക്കും 9 മണിക്കും ഇടയ്ക്കായി കൃത്യമായി നിങ്ങൾ ആ വാല്യൂ എൻ്റർ ചെയ്യുക. 9 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ആവുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര പേരെത്തി വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. കൃത്യം 9:30ക്ക് തന്നെ ഈ സ്ലോട്ട് ഫ്രീസ് ആവുന്നതായിരിക്കും. 9:30ക്ക് ശേഷം യാതൊരുവിധ ഡാറ്റ എൻട്രിയും ഈ സ്ലോട്ടിൽ നടത്താൻ സാധിക്കില്ല. തുടർന്ന് ആ സ്ലോട്ട് മിസ്സായി എന്നുള്ള വിവരം കൺട്രോൾ റൂമുകളിൽ ലഭിക്കുന്നതായിരിക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാർ കൃത്യമായി 9 മണിക്കും 9:30ക്കും ഇടയ്ക്കായി തന്നെ ഈ ഡാറ്റ എൻട്രി വരുത്തി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. മാക്സിമം 9 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര പേരെത്തി വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. 11 മണിക്ക് വീണ്ടും സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വിൻഡോയിൽ വന്ന് നിൽക്കുകയും സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ലാത്തതുപോലെ കാണുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ പോളിംഗ് ട്രെൻഡ്സിന് സൈഡിലായിട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ പോളിംഗ് ട്രെൻഡ്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് കാണാം 11 മണിയുടെ സ്ലോട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. തുടർന്ന് 11 മണി വരെ നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള വിവരം ആ സ്ലോട്ടിൽ നൽകുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയുടെ സ്ലോട്ട് 11:30 വരെ ലഭ്യമായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കും 3 മണിക്കും 5 മണിക്കും നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര വോട്ടർമാരെത്തി വോട്ട് ചെയ്തു എന്നുള്ള കാര്യം എൻ്റർ ചെയ്യുക. എല്ലാ സ്ലോട്ടുകളും അരമണിക്കൂറായിരിക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. 1 മണിയുടേത് 1:30 വരെയും 3 മണിയുടേത് 3:30 വരെയും 5 മണിയുടേത് 5:30 വരെയും ഓപ്പൺ ആയിരിക്കും. എന്നിരുന്നാലും എല്ലാ സ്ലോട്ടുകളിലും കൃത്യം സ്ലോട്ട് ഓപ്പൺ ആവുന്ന മുറയ്ക്ക് തന്നെ ഡാറ്റ എൻട്രി നടത്തി സബ്മിറ്റ് കൊടുക്കേണ്ടതാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ സ്ലോട്ടുകളും ചോദിച്ചിരിക്കുന്നത് രാവിലെ 7 മുതൽ ഏത് സമയത്താണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് ആ സമയം വരെയുള്ള വോട്ടുകളാണ് എൻ്റർ ചെയ്യേണ്ടത്. 7 മുതൽ 11, 7 മുതൽ 1 മണി, 7 മുതൽ 3 മണി, 7 മുതൽ 5 മണി, ഇങ്ങനെ നിങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തവരുടെ വിവരങ്ങൾ 5 മണി വരെ നൽകുക. 5 മണി വരെയുള്ള ഡാറ്റ എൻട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടും ഓരോ ഘട്ടത്തിലും നമ്മൾ എൻ്റർ ചെയ്ത വോട്ടുകളുടെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. 5 മണിക്ക് ശേഷം അടുത്ത എൻട്രി എന്ന് പറയുന്നത് ക്ലോസ് ഓഫ് പോൾ ഡാറ്റ എൻട്രിയാണ്. അതായത് പോളിംഗ് അവസാനിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ് ക്ലോസ് ഓഫ് പോൾ. പോളിംഗ് അവസാനിച്ചതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ മുഖേന നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഡാറ്റയാണ് ക്ലോസ് ഓഫ് പോൾ ഡാറ്റ. നിങ്ങളുടെ ബൂത്തിൽ പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ക്ലോസ് ഓഫ് പോൾ എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് 5 മണി വരെ നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ, ഓരോ ഘട്ടത്തിലും എൻ്റർ ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ക്ലോസ് ഓഫ് പോളുമായി ബന്ധപ്പെട്ട് എൻ്റർ ചെയ്യേണ്ട ഡാറ്റകളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും. അതിലാദ്യത്തേത് ടോട്ടൽ വോട്ട്സ് റെക്കോർഡഡ് ഇൻ EVM എന്നുള്ളതാണ്. അതായത് പോളിംഗ് അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ പോളിംഗ് മെഷീനിൽ എത്ര വോട്ടുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം എത്ര പുരുഷ വോട്ടർമാർ നിങ്ങളുടെ ബൂത്തിൽ വോട്ട് ചെയ്തു എന്നുള്ള വിവരം ടോട്ടൽ മെയിൽ അഗെയിൻസ്റ്റായി നൽകുക.
അതിനുശേഷം എത്ര സ്ത്രീ വോട്ടർമാർ നിങ്ങളുടെ ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ടോട്ടൽ ഫീമെയിലിന് അഗെയിൻസ്റ്റായി നൽകുക. അതിനുശേഷം എത്ര തേർഡ് ജെൻഡർ വോട്ടർമാർ നിങ്ങളുടെ ബൂത്തിൽ വോട്ട് ചെയ്തു എന്നുള്ള വിവരം ടോട്ടൽ തേർഡ് ജെൻഡർ എന്ന കോളത്തിന് അഗെയിൻസ്റ്റായി നൽകുക. ആരും തന്നെ ഇല്ലെങ്കിൽ 0 നൽകാവുന്നതാണ്. അതുപോലെ എത്ര EDC വോട്ടുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ടോട്ടൽ EDC എന്നുള്ളതിന് അഗെയിൻസ്റ്റായി നൽകുക. അതിനുശേഷം എത്ര ടെസ്റ്റ് വോട്ടുകൾ നിങ്ങളുടെ ബൂത്തിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ടോട്ടൽ ടെസ്റ്റ് വോട്ട്സിന് അഗെയിൻസ്റ്റായി നൽകുക. അതിനുശേഷം എത്ര ടെൻഡേഡ് വോട്ടുകൾ നിങ്ങളുടെ ബൂത്തിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിവരം ടോട്ടൽ ടെൻഡേഡ് വോട്ട്സിൻ്റെ അവിടെ നൽകുക. അതിനുശേഷം പ്രവാസി വോട്ടർമാരിൽ എത്ര പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകുക. പ്രവാസി വോട്ടർമാരിൽ എത്ര സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകുക. പ്രവാസി വോട്ടർമാരിൽ എത്ര തേർഡ് ജെൻഡർ വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകുക. ഡാറ്റ എൻട്രി പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടോട്ടൽ വോട്ട്സ് റെക്കോർഡഡ് ഇൻ EVM, അതായത് നിങ്ങളുടെ പോളിംഗ് മെഷീനിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട മൊത്തം വോട്ടിൻ്റെ എണ്ണം ടോട്ടൽ മെയിൽ വോട്ടിൻ്റെയും ടോട്ടൽ ഫീമെയിൽ വോട്ടിൻ്റെയും ടോട്ടൽ തേർഡ് ജെൻഡർ വോട്ടിൻ്റെയും ടോട്ടൽ ടെസ്റ്റ് വോട്ടിൻ്റെയും ആകെ തുകയായിരിക്കണം. അതായത് ടോട്ടൽ വോട്ട്സ് റെക്കോർഡഡ് ഇൻ EVM ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മെയിൽ പ്ലസ് ടോട്ടൽ ഫീമെയിൽ പ്ലസ് ടോട്ടൽ തേർഡ് ജെൻഡർ പ്ലസ് ടോട്ടൽ ടെസ്റ്റ് വോട്ട് എന്നതായിരിക്കണം. കൂടാതെ ഏതെങ്കിലും കോളത്തിന് അഗെയിൻസ്റ്റായി വോട്ടുകളൊന്നും തന്നെ എൻ്റർ ചെയ്യാനില്ലെങ്കിൽ അവിടെ 0 എൻ്റർ ചെയ്യുക. അതിനുശേഷം നേരെ താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആർ യു ഷുവർ യു വാണ്ട് ടു എൻഡ് പോൾ എന്നൊരു ചോദ്യം ചോദിക്കും. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകളുണ്ട്, ക്യാൻസൽ അല്ലെങ്കിൽ കൺഫേം. ഇതിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൺഫേം കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ക്ലോസ് ഓഫ് പോൾ ഡാറ്റ സക്സസ്ഫുള്ളി എൻ്റർ ആയിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് ചെല്ലും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസുകളും കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതോടുകൂടി ഈ ആപ്ലിക്കേഷൻ മുഖേനയുള്ള എല്ലാ ആക്ടിവിറ്റികളും പൂർത്തിയായിരിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ 6 ഭാഷകളിൽ ലഭ്യമാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന ഹോം, കോൺടാക്റ്റസ്, മെനു എന്നീ ഓപ്ഷനുകളിൽ മെനു ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിലെ ലാംഗ്വേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് മലയാളത്തിൽ വിവരങ്ങൾ ലഭ്യമാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ 2 ഭാഷകളിലും ഉപയോഗിക്കാവുന്നതാണ്. നിലവിൽ ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും iOS ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. എല്ലാ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഡൗൺലോഡ് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഈ ആപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വെച്ച് തന്നെ ലോഗിൻ ചെയ്ത് ഇതിലെ വിവരങ്ങളെല്ലാം കറക്റ്റാണെന്നും ലോഗിൻ കൃത്യമായിട്ടാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പോളിംഗ് ബൂത്തിലോട്ട് പോവുക. പോളിംഗ് ഡേ അന്ന് വളരെ കൃത്യമായി ഡാറ്റ എൻട്രി നടത്തേണ്ടതാണ്. സ്ലോട്ടുകൾ ഓപ്പൺ ആവുന്ന മുറയ്ക്ക് തന്നെ, അതായത് 9 മണി, 11 മണി, 1 മണി, 3 മണി, 5 മണി എന്നീ സമയങ്ങളിൽ വളരെ കൃത്യമായി നിങ്ങളുടെ ബൂത്തുകളിൽ എത്ര വോട്ടർമാരെത്തി വോട്ട് ചെയ്തു എന്നുള്ള വിവരം നൽകേണ്ടതാണ്. കൂടാതെ ക്ലോസ് ഓഫ് പോൾ സമയത്ത് വളരെ കൃത്യതയോടുകൂടി എല്ലാ ഡാറ്റകളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ ഫീഡ്ബാക്കുകളോ ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന മെയിൽ ID യിൽ അയക്കാവുന്നതാണ്. താങ്ക് യു.